അമ്മ ഇവളാണ് ആദ്യം വന്നിട്ട് ജിസേലിന്റെ മാരിന്റെ പുതപ്പുകളിയൊക്കെ പറഞ്ഞ് മുണ്ടാണ്ടിരുന്ന വെച്ചവള്. അപ്പൊ ഇവളാണ് ഫെമിനിസ്റ്റ്. ഇവളെ പിടിച്ച് കാർക്കിച്ച് തുപ്പാൻ തോന്നുള്ളൂ. എനിക്ക് അവളോട് യാതൊരു റെസ്പെക്റ്റ് ഇല്ല. അതായത് ഇത്രയും ഒരു വൃത്തികെട്ട അരോചകമായ കണ്ടസ്റ്റന്റ്. അതായത് ഇവള് പറയണത് മൊത്തം അവരാതും. എന്തായാലും ഇവൻ പുറത്തിറങ്ങി എമ്മാതിരി കൊണേടിയാണ് അടിക്കുന്നത്. ഇത് അകത്തിരുന്നപ്പോൾ മിണ്ടാപ്പൂച്ചിട്ടിരുന്നവനാണ്. പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ലക്ഷ്മിയെ കുറ്റം പറയാൻ എന്താണിത്? ഇപ്പം പ്ലാൻ ചെയ്തിട്ട് തന്നെ വന്നതാണ്. പുറത്തിറങ്ങിയിട്ട് ലക്ഷ്മിക്കാണ് പുറത്ത് അത്യാവശ്യം സപ്പോർട്ടുണ്ട്, ഫൈനലിസ്റ്റ് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇവനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഏകദേശം രൂപം. അതിനനുസരിച്ചിട്ടാണ് അവൻ പുറത്തിറങ്ങി മെഴുകുന്നത്. പിന്നെ അല്ലാതെ എന്താണ് പറയുന്നത്? മറ്റേ പുതപ്പിൻ്റെ ഇഷ്യൂ സംസാരിക്കുന്നത്, തേങ്ങ സംസാരിക്കുന്നത്, വീട്ടിലിരുന്ന് കൊണയടിക്കാൻ പറ്റും. നീ എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് നീ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. നീ അവിടെ എവിടെയും പറ്റാതെ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ പെതുക്കെ നൈസായിട്ട് നടന്നേ. അഭിലാഷ് നിൽക്കേണ്ടായിരുന്നു അതിനകത്ത്. നീ ഒരുത്തനാണ് അവനെ പുറത്താക്കിയത്. എന്നിട്ട് നീ ഇപ്പോൾ അനിമോളെ സപ്പോർട്ട് ചെയ്ത്, മറ്റേ നെവിനെയും സപ്പോർട്ട് ചെയ്ത്, ആര്യനെ സപ്പോർട്ട് ചെയ്ത് നടക്കുവാണ്. എന്ത് കാര്യത്തിന്? ഇവർ കപ്പ് തൂക്കുമെന്നാണ് അവൻ്റെ വിചാരം. ഇതിനകത്ത് കപ്പ് തൂക്കാൻ ചാൻസ് ഉള്ളത് ഒന്ന് അനീഷ്, പിന്നെ ഷാനവാസ് വേറെ ഡ്രാമകളെയൊക്കെ ഒഴിവാക്കിയിട്ട് മര്യാദയ്ക്ക് കളിച്ച ഒരു സെക്കൻഡ് റണ്ണറപ്പ് ഷാനവാസിന് ചാൻസ് ഉണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പറഞ്ഞതാണ്. പിന്നെ ഇവൻ ഈ പറയുന്ന ലക്ഷ്മിയെ നെഗറ്റീവ് പറയുന്ന ഈ നാറി പിന്നെ അതിനകത്ത് പല കാര്യങ്ങളും സംസാരിക്കാതെ മിണ്ടാണ്ടിരുന്നിട്ടുണ്ട്. ലാലേട്ടൻ ചോദിക്കുമ്പോൾ എന്താണ് ഒനിയിൽ നിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല ലാലേട്ട എന്ന് പറയുന്ന കൂസനാണ്. പെങ്കൂസൻ തന്നെ മറ്റവരെ സപ്പോർട്ട് ചെയ്ത് നിന്നാണ്. പിന്നെ ഇവനിപ്പോൾ പുറത്തിറങ്ങിയിട്ട് കൊണയടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഇനി ഇതിനകത്തില്ല. അപ്പോൾ പിന്നെ അതിനകത്തിരിക്കുന്ന ആരെങ്കിലും കുറ്റം പറയണം. അപ്പം അവൻ നോക്കുമ്പോൾ അവന് കിളി പോയിട്ടുണ്ടാകും. ബാക്കി വന്നപ്പോൾ ലക്ഷ്മിക്ക് ആ ഒരു ഒറ്റ മാറ്ററിൽ ഇത്രയും ബാക്ക് സപ്പോർട്ട്, പിന്നെ ഇത്ര വോട്ട്, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി ഇത്ര സപ്പോർട്ട്? ഇവൾക്ക് ഇത്ര നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ പിന്നെ അവളെ ഒന്ന് നെഗറ്റീവ് അടിച്ചയച്ചെന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും മോനെ, നീ എത്ര നെഗറ്റീവ് അടിച്ചെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് വേറെ പൊറോട്ട നാടകമൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ ലക്ഷ്മി എന്തായാലും ഫൈനലിസ്റ്റിൽ കാണും. അനു ഫൈനലിസ്റ്റ് കാണുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരും എന്തായാലും ലക്ഷ്മി അവിടെ ഉണ്ടാവും. അത് ഏഷ്യനെറ്റിൻ്റെ പൊറോട്ട നാടകമൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ. എനിവേ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ, വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ ഇന്നലെ ഗിസയിൽ ഔട്ടായപ്പോൾ പോയ സമയത്തൊക്കെ കുറച്ച് വിഷമം തോന്നി. എല്ലാവരും പോയപ്പോൾ കരഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ ഗിസയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയെങ്കിൽ ഉള്ളിൽ ഒരുപാട് വേദന ഉണ്ടാവും. ഗിസയിൽ ലാസ്റ്റ് ടൈം കുറേ ഒരു ഫ്യൂ ഡേയ്സ് ആയിട്ട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 1 മാസമായിട്ട് മര്യാദയ്ക്ക് ഗെയിം കളിക്കുന്നില്ല. ഫസ്റ്റൊക്കെ കണ്ടൻറ്റ് ഒരുപാട് പുറത്ത് വിടുന്നുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു ഫ്യൂ വീക്സ് തൊട്ട് പുള്ളിക്കാരി ഭയങ്കര ഉളപ്പാണ്. സ്വന്തം അമ്മ തന്നെ വന്നിട്ട് പറഞ്ഞു നീ ഗെയിം കളിക്കുന്നില്ലെന്ന്. അപ്പോൾ അത് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ വോട്ടിംഗ് നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന വേറെ കുറേ വാഴകളെ അപേക്ഷിച്ചിട്ട് ബെറ്ററാണ്. അവർ ഔട്ടാക്കത്തില്ലല്ലോ. നമ്മൾ എത്ര പറഞ്ഞാലും അതിൽ 100 ഔട്ടാക്കാൻ പോകണില്ല. പിന്നെ നെവിനെ ഔട്ടാക്കാൻ പോകണില്ല. ഇവരെല്ലാം അതിനകത്ത് വെച്ചേക്കും. അപ്പോൾ സാബുമാനെ വെച്ച് കമ്പയിൻ ചെയ്യണമെങ്കിൽ ഗിസയിൽ 10 മാറ്റി തങ്കമാണ്. ഗിസയിൽ അതിനകത്ത് നിർത്തായിരുന്നു. സാബുമാനൊക്കെ എന്താണ് കളിക്കുന്നത്? സാബുമാൻ ഒരു ടാസ്ക്, ഹോട്ടൽ ടാസ്കിൻ്റെ ഒറ്റ വിഷയത്തിൽ ഒറ്റ ദിവസം കൊണ്ട് വോട്ടിങ് കയറിയ മോനാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നത്. എനിവേ പാവം പിടിച്ചവനാണ്, അത് ശല്യമല്ല, നിന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഗിസൈലിനെ ഔട്ടാക്കി നോക്കുവാണെങ്കിൽ ഒരു അൺഫെയർ എന്നും മനസ്സിലാക്കാം. നമുക്കതൊരു ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ബിക്കോസ് അതിനെക്കാട്ടിലും വാഴകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഗെയിം വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് വീക്സ് ആയിട്ടൊന്നും മര്യാദയ്ക്ക് കളിക്കുന്നില്ല, ആക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് ഏഷ്യനെറ്റ് പിടിച്ച് പുറത്താക്കിയത്. പക്ഷേ എല്ലാവരും വിചാരിച്ച് ആര്യൻ ഗിസൈലിൻ്റെ ഒരു കോംബോ അവർ പറഞ്ഞു വിടുവാണെങ്കിൽ അവർ ഒന്നിച്ച് പറഞ്ഞു വിടുകയുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കാറ്റിപ്പറത്തി. ബിക്കോസ് കുറേയൊക്കെ അവരുടെ കയ്യിലിരിപ്പാണ്. അല്ലെങ്കിൽ എന്നേ ചിലപ്പോൾ ആ ഒരു വിഷയത്തിലൊക്കെ അവർ ഔട്ടാക്കേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു. ആ വിഷയത്തിലൊന്നും ഔട്ടാക്കിയില്ലല്ലോ. ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത് 60 ദിവസം വരെ അതിനകത്ത് നിർത്തിയില്ലേ ഗിസൈലിന്. എനിവേ നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവരെയും പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ. ഗിസൈൽ ഇന്നലെ പറഞ്ഞു എല്ലാ ആഴ്ചയിലും ഓരോരുത്തർ പുറത്ത് വരും. ഞാൻ മാത്രമല്ല, എല്ലാവരും പോയേ പറ്റൂ. എന്തായാലും എല്ലാവർക്കും കൂടെ കപ്പ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ആകെ 5 പേരെ ഫൈനലിസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് ബാക്കി എല്ലാ എണ്ണവും ഓരോ വീക്സായിട്ട് പോയിക്കൊണ്ടിരിക്കും. എനിവേ നമുക്ക് നോക്കാം. എന്തായാലും ഒരു അവസാനത്തെ ഒരു ആളെന്നുണ്ടല്ലോ അംഗം വെട്ടിക്കഴിഞ്ഞ ഒരു ഫൈനൽ ഒരാൾക്കല്ലേ സംഭവം കൊടുക്കാൻ പറ്റുള്ളൂ. അതെന്തായാലും നമ്മുടെ അനീഷ് ബ്രോയ്ക്കാണെന്നാണ് ഓൾമോസ്റ്റ് ആൾക്കാരും പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അനീഷ് ബ്രോയ്ക്ക് എന്തിനു കൊടുക്കണം, എന്ത് കണ്ടൻറ്റാണ് പുറത്തേക്ക് വിടുന്നത്. അനീഷ് ആവശ്യത്തിന് കണ്ടൻറ്റ് വിടുന്നുണ്ട്, ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. നല്ല ഗെയിമറാണ്. വർഷങ്ങളായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത്. ഒരു കോമണർ ആയതുകൊണ്ട് ബിഗ് ബോസിന് തഴിവെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എനിവേ ഷെയർ ദിസ് വീഡിയോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇനി അടുത്ത ഒരു ബ്ലോഗിൽ ബിഗ് ബോസിന് കൂടുതൽ വിശേഷങ്ങൾ ആയിട്ട് വരാം. ഈ ഒനിയലിനുള്ള 2 ഡോസ് നിങ്ങൾ കൊടുക്കുക. ഇവനൊരു നാറിയാണ് കേട്ടോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക. ഓക്കെ.